സർ, മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രധാന ആസൂത്രകന്മാരിൽ ഒരാളായ തഹാവൂർ റാണയെ ഇന്ത്യക്ക് കൈമാറാം എന്ന് അമേരിക്ക സമ്മതിച്ചിരിക്കുകയാണ്. അതിൻ്റെ നിയമ നടപടികൾ പൂർത്തിയായി വരുന്നു. ഈ റാണ ഇന്ത്യയിലേക്ക് വരുന്നതിൻ്റെ പ്രസക്തി എന്താണ്? ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ കാരണം അതെന്താണ് സർ? അതിൻ്റെ പ്രസക്തി കൃത്യമായിട്ട് രണ്ട് കൂട്ടർ പറഞ്ഞു കഴിഞ്ഞു. ഒന്നാമത്തെ കൂട്ടർ പാകിസ്ഥാനാണ്. ഈ വിഷയം കേട്ട് കഴിഞ്ഞപ്പോഴേ പാകിസ്ഥാൻ ഞെട്ടി. കൂടെ അത് മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്, ആ ഭീകരാക്രമണ കേസിലുള്ള മറ്റാളുകളെ ശിക്ഷിക്കുന്നതിൽ വരുത്തിയ കാലതാമസത്തിലേക്കും ശ്രദ്ധ ക്ഷണിച്ചിട്ട് അവർക്കും വേണ്ട ശിക്ഷ കൊടുക്കണമെന്ന് പാകിസ്ഥാനോട് ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ പാകിസ്ഥാൻ്റെ പേര് ഈ ഡൊണാൾഡ് ട്രംപും നരേന്ദ്രമോദിയും തമ്മിലുണ്ടാക്കിയ സംയുക്ത പ്രസ്താവനയ്ക്കകത്ത് പാകിസ്ഥാൻ്റെ പേര് പരാമർശിച്ചു. അപ്പം റാണയുടെ വിടുതലും ഭാരതത്തിന് കൈമാറലും പാകിസ്ഥാന് എതിരെയുള്ള പരാമർശവും ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ ഒന്നിച്ചു നിൽക്കുമെന്ന പ്രഖ്യാപനവും നടത്തിയിടത്താണ് അതിൻ്റെ പ്രസക്തി. ആ പ്രസക്തി പരോക്ഷമായി പുറത്തു വരുന്നത്. ഒപ്പം തന്നെ വേറൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുണ്ട്. ഇത് അതിർത്തിക്ക് അപ്പുറമുള്ള കാര്യമാണ്. ഈ കാര്യം പറയാതെ തന്നെ ഇവിടെയും പലർക്കും ബുദ്ധിമുട്ടായി തുടങ്ങിയിട്ടുണ്ട്. രാഹുലിനും ജയറാം രമേശിനും സോണിയ പിന്നെ പറയാറില്ല. ഇവരൊക്കെ ശശി തരൂരിൽ നിന്ന് വ്യത്യസ്തനായി ട്രംപ് നരേന്ദ്രമോദി കൂടിക്കാഴ്ചയെ ഇകഴ്ത്തി താക്കാൻ വേണ്ടി ശ്രമിക്കുന്ന പരിശ്രമങ്ങളുടെയും പ്രധാന കാരണം അത് തന്നെയാണ്. ഈ റാണയെ ഇപ്പോൾ തിരിച്ചുവിടുമെന്ന് പറയുന്നത്. ഈ റാണയെ തിരിച്ചുവിടുമ്പം റാണയെ ഭാരതത്തിൻ്റെ കസ്റ്റഡിയിൽ വെച്ചുകൊണ്ടുള്ള അന്വേഷണം ആ 26/11 എന്ന ഭീകരവാദത്തിൻ്റെ ഏറ്റവും ഭീകരമായ ആ സംഭവത്തിൻ്റെ പിന്നാമ്പുറ കഥകളിലേക്ക് എവിടം വരെ എത്തുമെന്നും ആരുടെയൊക്കെ മുഖത്താണ് ചോരയുടെ പാടും കറുത്ത പാടും എന്നൊക്കെ വീഴുന്നു എന്നുള്ളതും കണ്ടറിയേണ്ടിയിരിക്കുന്നു. ചില മുഖംമൂടികളൊക്കെ വലിച്ചു കീറപ്പെടും, സംശയമില്ല. കാരണം അതിനെ നമ്മൾ കാണേണ്ട പ്രധാന ഘടകം അന്ന് പാകിസ്ഥാൻ്റെയും അമേരിക്കയുടെയും ചൈനയുടെയും സഹായത്തോടു കൂടി അവരുമായിട്ടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭാരതം ഭരിച്ചിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെയും സോണിയ ഗാന്ധിയുടെയും സർക്കാർ, ആ സർക്കാരിൻ്റെ കാലത്ത് ഇങ്ങനൊരു സംഭവം ഉണ്ടായെങ്കിൽ എന്താണ് ഇതിൻ്റെ കാരണമെന്ന് അന്വേഷിക്കേണ്ടി വരും. പാകിസ്ഥാൻ്റെ ശത്രുക്കളല്ല നുഴഞ്ഞു ഭരിച്ചിരുന്നത്. പാകിസ്ഥാനെ സഹായിക്കാൻ വേണ്ടി പ്രതിരോധത്തിനാവശ്യമായ ആയുധം പോലും മേടിക്കുന്നതിന് പണം മാറ്റിവെക്കാൻ സർക്കാർ, അതിർത്തിയിൽ വഴി നന്നാക്കാൻ പോലും മെനക്കെടാത്ത AK ആന്റണിമാർ ഭരിച്ചുകൊണ്ടിരുന്ന സർക്കാർ അറിയാമല്ലോ. ആ കാലത്ത് ഇങ്ങനൊരു തീവ്രവാദി അക്രമം ഉണ്ടായെങ്കിൽ അതെന്താ സംഭവിച്ചെന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ആ അന്വേഷണത്തിന് പിന്നിലാണ് ഇല്ലാത്ത ഒരു സാഫ്രൻ ടെറർ, കാവി ഭീകരത സൃഷ്ടിച്ചെടുത്തിട്ട് അത് പാകിസ്ഥാനെ ഇസ്ലാമിക തീവ്രവാദത്തിന് പകരമായി ഉയർത്തിക്കാട്ടിക്കൊണ്ട് പാകിസ്ഥാൻ ഭീകരവാദത്തിൻ്റെ ജന്മനാടാണെങ്കിൽ ഭാരതവും അതുപോലെ തന്നെയാണെന്ന് പറയാൻ വേണ്ടി അങ്ങനെ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഭാരതത്തെ പുറകോട്ട് പിടിച്ച് ഇകഴ്ത്തി താഴ്ത്തിക്കൊണ്ട് ഭാരതത്തിന് പ്രതിരോധം മാത്രമാണ് പാകിസ്ഥാൻ ചെയ്യുന്നതെന്ന് വരുത്താൻ വേണ്ടി ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ പരിപാടിയായിരുന്നു മുംബൈ ഭീകരാക്രമണം. ആ ഭീകരാക്രമണത്തിൽ കൃത്യമായും ജൂത സമൂഹത്തെ കൂടെ, അന്താരാഷ്ട്ര സമൂഹത്തിൽ ജൂത സമൂഹത്തെ കൂടെ ലക്ഷ്യപ്പിച്ചിരുന്നൊന്നും അത് നമ്മൾ കാണാതെ പോകേണ്ട കാര്യമില്ല. പിന്നെ അതിനു മുമ്പൊരു കാര്യം ഓർക്കണം. 2008 ഇത് സംഭവിച്ചെങ്കിൽ 2007 സംജോത എക്സ്പ്രസ് കേസ് ഉണ്ടായത് അങ്ങ് ഓർക്കുന്നുണ്ടാവുമല്ലോ. ട്രെയിനിൽ സ്ഫോടനം നടന്ന് ഈ സംജോത സ്ഫോടനം കഴിഞ്ഞപ്പം യഥാർത്ഥ പ്രതികളായ പാകിസ്ഥാൻകാരെ പിടിച്ചു. അവരെൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ചണ്ഡീഗഡിലും ഹരിയാനയ്ക്കും ഇടയ്ക്കുള്ള ട്രെയിനിൽ നിന്നാണ് പിടിക്കുകയൊക്കെ ചെയ്യുന്നത്.
കയ്യിൽ കിട്ടിയ യഥാർത്ഥ പ്രതികളെ വെറുതെ വിട്ടു. എന്നിട്ട് ഭാരതത്തിൻ്റെ മിലിറ്ററി ഇൻ്റലിജൻസിൻ്റെ പ്രധാന ജോലി ഉത്തരവാദിത്തോടെ വഹിച്ചുകൊണ്ടിരുന്ന കേണൽ പുരോഹിതനെയും അതുപോലെ പ്രഗ്യാ സിംഗ് ഠാക്കൂറിനെയും ഒക്കെ കള്ളക്കേസിൽ കുടുക്കി അകത്തിട്ടു. ആ പ്രഗ്യാ സിംഗ് ഠാക്കൂർ പൂർണ്ണ ആരോഗ്യവതിയായിട്ട് അവരെ ജയിലിലോട്ട് കൊണ്ടുപോകുന്നു. കോൺഗ്രസിൻ്റെ ഭരണകൂടം അവരെ തിരിച്ച് ആംബുലൻസിൽ പൊക്കിക്കൊണ്ട് സ്ട്രെച്ചറിലെടുത്തുകൊണ്ട് തിരിച്ചുകൊണ്ടിരുന്നത്. അവരുടെ ആ ജയിലിൽ വെച്ച് കസ്റ്റഡിയിൽ മർദ്ദനം നടത്തിക്കൊണ്ടിരിക്കുമ്പം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വന്നിട്ട് അങ്ങനെ അല്ല അടിക്കേണ്ടത്, ഇങ്ങനെ അടിക്കേണ്ടതെന്ന് പറഞ്ഞ് അടിക്കേണ്ടത് എങ്ങനെയെന്ന് കാണിച്ചു കൊടുത്ത ക്രൂരമായ അനുഭവം ഭാരതത്തിലുണ്ടായതാണ്. ആ പ്രഗ്യാ സിംഗ് ഠാക്കൂറിന് ശരിക്കും എഴുതി നടക്കാൻ പോലും വയ്യ. അത്രയ്ക്ക് ക്രൂരമായ ആക്രമണം നടത്തിയ, അവരുടെ മേൽ അഴിഞ്ഞാടിയ ഭാരതത്തിൻ്റെ ഭരണകൂട ഭീകരതയുടെ മുന്നിൽ നിന്നയാളായിരുന്നു ഹേമന്ത് തക്കരെ, അന്നത്തെ IPS ഉദ്യോഗസ്ഥൻ. അദ്ദേഹമാണ് ഈ 26/11 ആക്രമണത്തിൽ മരിച്ചു വീണ ഒരു ഉദ്യോഗസ്ഥൻ. സ്വാഭാവികമായും ഒരു കാവ്യഭീകരത ഉണ്ടാകുന്നതിനുള്ള സാധ്യത വളർത്തിക്കരുന്നതിന് അനുകൂലമായ ഘടകമായിരുന്നു അത്. അങ്ങനെ സംഭവിച്ചു. ഒരു കാര്യം, അജ്മൽ കസബിനെ അന്ന് കയ്യിൽ കിട്ടിയില്ലായിരുന്നെങ്കിൽ, ജീവനോടെ പിടിക്കാൻ സാധിച്ചില്ലായിരുന്നെങ്കിൽ ഈ കഴിഞ്ഞ ആഴ്ച കുംഭമേളയ്ക്ക് പോയി മുങ്ങിയ ദിഗ്വിജയ് സിംഗും സുശീൽ പാണ്ഡെയും സോണിയയും രാഹുലും എല്ലാം മോഹിച്ചതുപോലെ ഇല്ലാത്ത ഒരു കാവ്യഭീകരതയുടെ കഥ ഈ രാജ്യത്തും ഈ രാജ്യത്തിന് പുറത്തും വിൽക്കാൻ കഴിയുമായിരുന്നു. ആ സാഹചര്യം അടഞ്ഞു. പക്ഷെ എന്നിട്ടും ഈ റാണ എന്ന് പറയുന്ന അതുപോലുള്ള ഭീകരനെ ഭാരതത്തിലേക്ക് വിടനയിക്കുന്നതിന് അമേരിക്കയുടെ ഉൾപ്പെടെ സഹായം തേടി എന്ന് തന്നെ കരുതണം. അന്ന് ഭരിക്കുന്നത് ആരാണ്? ബറാക് ഹുസൈൻ ഒബാമ. ആ കാലഘട്ടത്തിൽ അങ്ങനെ വീണ്ടും ഇന്ത്യയിൽ അമേരിക്കയുടെയും ചൈനയുടെയും പാകിസ്ഥാൻ്റെയും സപ്പോർട്ടോടുകൂടി സോണിയയും മൻമോഹനും ഭരിക്കുന്നു. പാകിസ്ഥാൻ്റെ ആക്രമണം, അമേരിക്കയുടെ ഭാഗത്തു നിന്ന് പ്രതിയെ വിട്ടുതരാത്ത സാഹചര്യം, ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് വായിക്കണം. ഇതിനെ കോൺസ്പിറസി തിയറി എന്നൊന്നും ദയവായിട്ട് പറയരുത്. അതിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് പോകണം. അങ്ങനെ പോയി കഴിയുമ്പം അത് ആർക്ക് വേണ്ടി എന്തിന് ചെയ്യിച്ചതാണെന്നുള്ള കൃത്യമായ ധാരണ ഭാരതത്തിലുണ്ടാവും. ഇവിടെ അവർ കാര്യം മനസ്സിലാക്കണം. ഈ അജ്മൽ കസബിൻ്റെ കാര്യം പോലും ഒരു പക്ഷേ അയാളെ മരിക്കണം, അയാൾ കൊല്ലപ്പെടണം എന്ന് തന്നെ കൃത്യമായി ഇവർ ആഗ്രഹിച്ചിട്ടുണ്ടാവും. ഒരു പക്ഷേ അല്ല, തീർച്ചയായിട്ടും അങ്ങനെ നടന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ഗാന്ധി കൊലപാതകത്തിന് ശേഷം ഗോഡ്സെയെ ഒരു തരത്തിലുള്ള നീതിന്യായ നടപടികളും വേണ്ടതുപോലെ ചെയ്യാതെ, ഭാരതത്തിലെ സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുക്കുന്നതിന് പോലും അവസരം നൽകാതെ, രാഷ്ട്രപതി കൊടുത്ത ദയാഹർജി, ഡോക്ടർ അംബേദ്കർ, അതൊക്കെ വേറെ കാര്യങ്ങളാണ്, പോലും ഗോഡ്സെയെ സഹായിക്കാൻ മുന്നോട്ട് വന്നതാണ്. ആ ഗോഡ്സെയെ ഇന്ത്യയുടെ വധശിക്ഷ ചരിത്രത്തിൽ ഒരിക്കലും സംഭവിക്കാത്തതുപോലെ ഏറ്റവും എളുപ്പം ഒരു വർഷത്തിനുള്ളിൽ 48 കൊലപാതകം, 49 നവംബർ ശിക്ഷ സുപ്രീം കോടതി പോലും സംഭവിച്ചിട്ടില്ല. അത്രയ്ക്ക് എളുപ്പം ചെയ്ത അതേ ഭരണകൂടത്തിൻ്റെ അതേ ജവഹർലാൽ നെഹ്റുവിൻ്റെ പിൻഗാമികൾ ഭരിക്കുമ്പം അജ്മൽ കസബിൻ്റെ കാര്യത്തിലും അവിടെയും ഒരു ദുരൂഹത ബാക്കി വെക്കാനുള്ള സാഹചര്യം. ഗോഡ്സെ തൂക്കിക്കൊന്നതിന് വേണ്ടിയാണ്. കുറേ കാലങ്ങൾ കഴിഞ്ഞാലും ഗോഡ്സെയുടെ ഭാഗത്തുനിന്ന് ഒരു വെളിപ്പെടുത്തലുണ്ടാകാൻ പാടില്ല. ആ കോൺസ്പിറസി, ആ ഗൂഢാലോചന കേസ് അവിടെ അവസാനിക്കണം. അതുപോലെ ഇവിടെയും അജ്മൽ കസാബിൻ്റെ കാര്യത്തിലും അയാൾ മരിച്ചിരുന്നെങ്കിൽ അല്ലെ കൊല്ലപ്പെട്ടിരുന്നെങ്കിൽ ആ കഥ അവിടെ അവസാനിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ കൃത്യമായിട്ടും ഇന്ത്യയുടെ ഭീകര പ്രവർത്തന ചരിത്രത്തിൽ ഭരണകൂടം സോണിയ
മൻമോഹൻ സിംഗ് ഭരണകൂടം അറിഞ്ഞുകൊണ്ട് ചെയ്തെന്ന് സംശയിക്കുന്നതിനുള്ള എല്ലാ കാരണങ്ങളുമുള്ള, എല്ലാ സാധ്യതകളുമുള്ള ആ 26/11 എന്ന ഭീകര പ്രവർത്തനത്തിൻ്റെ ആ കൊലപാതകങ്ങളുടെ ചരിത്രം അത് ലോകത്തിന് അറിയുന്നതിന് ഒരവസരം ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ്. റാണയെ തിരിച്ചു കിട്ടുന്നത് പാകിസ്ഥാനും രാഹുൽ സോണിയ പക്ഷത്തിനും അവരോടൊപ്പം നിൽക്കുന്നവർക്കും ഭയം ഉണ്ടാക്കുന്ന വസ്തുത. അവിടെയാണ് ഭാരതത്തിലെ സത്യം അറിയാൻ ആഗ്രഹിക്കുന്നവരുടെ സാധ്യതയും വളർന്നു നിൽക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.